സെൻറ്റർ ഫോർ സയൻസ് അമ്പലത്തുംകാല 10ാം ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ മനസ്സിരുത്തി വായിക്കണം. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദി സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന ചാപ്റ്ററിൽ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നിങ്ങൾ ഇന്ന് വായിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. വായിക്കണം. ഇതിൻ്റെയൊക്കെ അസൈൻമെൻറ്റൊക്കെ ഉണ്ട്. ഞാൻ ക്ലസ്റ്റർ മീറ്റിങ്ങിനൊക്കെ നിങ്ങളുടെ വീടുകളിൽ വരുമ്പം ഇതിൻ്റെയൊക്കെ വർക്ക്, ഈ വാക്കുകളുടെ അർത്ഥം പഠിക്കണം. വലതുവശത്തായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്വന്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇരുന്ന അസൈൻമെൻറ്റാണ്. ഞാൻ ഏതെങ്കിലും പ്രോസ് എടുത്താൽ, ഏതെങ്കിലും ഗദ്യം എടുത്താൽ, അല്ലെങ്കിൽ പദ്യം എടുത്താലും ശരി തന്നെ, ആ ടെക്സ്റ്റിൻ്റെ വലതുവശത്ത് കിടക്കുന്ന കൊച്ചു കൊച്ചു ചോദ്യങ്ങളുണ്ട്, പിന്നെ ഓൺ വേർഡ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വച്ചിരിക്കണം. ഇത് പഠിച്ച് എഴുതി വച്ചിരിക്കണം. ഒരെണ്ണം നിങ്ങളൊരു 10 പ്രാവശ്യം എങ്കിലും എഴുതി പഠിച്ചു. ക്വസ്റ്റ്യൻ ആൻസർ എന്ന് എഴുതി പഠിച്ച് 2-3 പ്രാവശ്യം എഴുതിയാൽ മതി. പക്ഷേ ഈ വാക്കുകളുടെ അർത്ഥം ഇംഗ്ലീഷ് മലയാളം അതൊരു 10 പ്രാവശ്യമെങ്കിലും എഴുതി വെച്ചേക്കണം. വൺ വേർഡ് എഴുതി വെച്ചേക്കണം. ഇതൊക്കെ ഞാൻ ക്ലസ്റ്റർ മീറ്റിങ്ങിനൊക്കെ വരുമ്പം വീട്ടിൽ അത് എടുപ്പിക്കും, ചോദ്യം ചെയ്യും. കാര്യം നെറ്റിലൂടെ, ഓൺലൈനിലൂടെ ഉള്ള അസൈൻമെൻറ്റ് നോട്ടം ആയിരിക്കത്തില്ല. വീട്ടിൽ വരുമ്പം രക്ഷകർത്താക്കളൊക്കെ കാണും. ഞങ്ങളൊക്കെ ഇച്ചിരി പരുഷമായിട്ട് ചിലപ്പോൾ സംസാരിക്കും. അതുകൊണ്ട് തരുന്നവർക്ക്, എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് എന്നല്ല, ഈ സ്ഥാപനത്തിൽ എല്ലാ അധ്യാപകരും തരുന്ന വർക്ക്, നിങ്ങൾ അസൈൻമെൻറ്റ് അവർ ഏൽപ്പിക്കുന്ന വർക്കുകൾ കണിശമായിട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തുടരാം ക്ലാസ്സിലേക്ക്. വിത്ത് സച്ച് തോട്ട്സ്, ഇത്തരം ചിന്തകളുമായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെ ചിന്തകൾ? ഞാൻ എൻ്റെ മുടി ഒരു മീശയുടെ കട്ടി കുറയ്ക്കും, ഞാൻ സുന്ദരനാകും, ഞാൻ ആകർഷകമായ ചിരിയുമായിട്ട് നടക്കും, എൻ്റെ സ്മൈൽ ഇറ്റ് ഈസ് വെരി അട്രാക്റ്റീവ് ടു മൈൻഡ് ആൻഡ് ഐസ്. ആരെങ്കിലും കണ്ടാൽ അവർക്ക് കുഡ് നോട്ട് കാണ്ട് ടേക്ക് ഔട്ട് ഐസൊക്കെ കണ്ണെടുക്കാൻ പറ്റാതെ ഗെയ്സ് ആൻഡ് ഗെയ്സ് എന്ന് പറയത്തില്ലേ, തുറച്ച് നോക്കി നിൽക്കണം. സുന്ദരനാവണം, മുടി ചീപ്പണം, മീശയുടെ കട്ടി കുറയ്ക്കണം, പുഞ്ചിരിയുമായിട്ട് നടക്കണം. പിന്നെ ഞാൻ മറ്റു ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിക്കും. ആ പെൺകുട്ടി ഡോക്ടറായിരിക്കണം, ലേഡി ഡോക്ടറായിരിക്കണം. മാത്രമല്ല അവൾ തടിച്ചവളായിരിക്കണം, ഇഷ്ടം പോലെ പൈസ ഉള്ളവളായിരിക്കണം, ഇഷ്ടം പോലെ രോഗികളും കാണണം. അവളുടെ എൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നില്ലെങ്കിൽ അവളുടെ ഒരു ആൾ ചെല്ലണം. അതാണ് അങ്ങേര് പറയുന്നത്. അപ്പോൾ ഇത്തരം ചിന്തകളുമായിട്ട്, വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ്, ഇത്തരം ചിന്തകളുമായിട്ട് നിൽക്കേ ഐ റിസ്യൂംഡ് എന്ന് പറഞ്ഞത് തുടരുക, വീണ്ടും തുടരുന്നതിനെയാണ് റിസ്യൂം എന്ന് പറയുന്നത്. റിസ്യൂംഡ്, യാത്രയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തങ്ങിയിട്ട് വീണ്ടും യാത്ര തുടരാൻ റിസ്യൂം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവർ വായിച്ച് തീർന്നിട്ട് നമ്മൾ പിന്നെ നിർത്തിയിട്ട് പിന്നെയും തുടരുക. ഐ റിസ്യൂംഡ് മൈ സീറ്റ്, ഞാൻ എൻ്റെ സീറ്റിൽ വീണ്ടും, നേരത്തെ എഴുന്നേറ്റ് പോയില്ലയോ വീഡിയോ ഒലിക്കാനായിട്ടൊക്കെ എഴുന്നേറ്റ് പോയതാണ്. വീണ്ടും ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്നു. ഇൻ ദ ചെയർ, എൻ്റെ കസേരയിൽ വന്നിരുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് ദി ടേബിൾ, മേശയുടെ മുമ്പിൽ കിടക്കുന്ന എൻ്റെ കസേരയിൽ വന്നിരുന്നു. സൗന്ദര്യം നോക്കാൻ പോയാ, ഡിസിഷൻ എടുക്കാൻ പോയാ, തീരുമാനങ്ങൾ എടുക്കാൻ പോയാ. There were no more sounds from above. കുട്ടികളെ, ഇപ്പം ശബ്ദങ്ങളൊന്നുമില്ല. ഇപ്പം മുകളിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. സഡൻലി, പെട്ടെന്ന്, there came a dull thud. ഡൾ എന്ന് പറഞ്ഞാൽ വിരസമായ എന്നൊക്കെ പറയും. വിരസമായ തഡെന്ന് പറഞ്ഞാൽ അതേപോലെ തഡ്, നമ്മൾ മലയാളം അത് എങ്ങനെ പറയും, തട്ടുന്ന ശബ്ദം, ഒരു ശബ്ദം എന്നൊക്കെ പറയാം. തഡ് ഇങ്ങനെ തട്ടുന്ന ഡൾ തഡ് എന്ന് പറയുന്ന ഒരു വിരസമായ ശബ്ദം ഞാൻ കേട്ടു. ഡോക്ടർ പറയുകയാണ്, ഞാൻ ബീഡിയൊക്കെ കത്തിച്ച് വലിച്ച് തീർന്നു. ഞാൻ എൻ്റെ ടേബിൾ വന്നിരുന്നു, എൻ്റെ കസേരയിൽ വന്നിരുന്നു. ടേബിളിൻ്റെ അരികിൽ കിടക്കുന്ന എൻ്റെ കസേര കെറോസിൻ ലാമ്പ് കത്തിയിപ്പോണ്ട്, മെറ്റീരിയൽ മെഡിയൊക്കെ അവിടെ ഉണ്ട്, വൈദ്യശാസ്ത്ര സംബന്ധമായ പുസ്തകം ടെക്സ്റ്റും തുറന്നു വെച്ചിട്ടുണ്ട്, ചീർപ്പൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കസേരയിൽ ഇങ്ങനെ ചാരി എങ്ങോട്ട് ഇരുന്നപ്പോഴുണ്ടല്ലോ വീണ്ടും വിരസമായ ശബ്ദം എന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ കാര്യമുണ്ട്. ഇതൊരു കമ്പാരിസനാണ്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുന്നു. ഇപ്പോൾ പൂ വീണതുപോലെ എന്ന് പറയുക. ഒരു പൂ, ഇപ്പോൾ കമ്പാരിസൺ എപ്പോഴും മനോഹരമായ വസ്തുക്കളോടായിരിക്കണം. അപ്പോൾ ഒരു പൂ വീണതുപോലെ അവൾ അല്ലെങ്കിൽ അവൻ നടന്നില്ല. എപ്പോഴും പെൺകുട്ടികളെ ആയിരിക്കും വിശേഷിപ്പിക്കുന്നത്. പെൺകുട്ടികളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മുടിയഴകിനെക്കുറിച്ച്, നോട്ടത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും കവികൾ ഏറ്റവും കൂടുതൽ കവിത എഴുതിയിട്ടുള്ളതും പുകഴ്ത്തിയിട്ടുള്ളത്. അപ്പോൾ അവളുടെ അവൾ നടക്കുമ്പോൾ മണി കിലുങ്ങും, അല്ലെ അവളുടെ ചിരി മുത്തുമണി പോലെ, മണി കിലുങ്ങും പോലെയാണ്. അപ്പോൾ അവളുടെ ചിരിയെ മുത്തുമണിയോടെ ആണ്, മണി വീഴുന്നത് പോലെയാണ്, മുത്തുമണികൾ വീഴും പോലെയാണ്. അങ്ങനെ എപ്പോഴും കമ്പാരിസൺ മനോഹരമായ കാര്യങ്ങളോടായിരിക്കണം. പക്ഷേ ഇവിടെ ഡൾ തഡെന്ന് കമ്പയർ ചെയ്യാൻ കാരണം സംഭവിച്ചത് ഒരു ദുരന്തമാണ്, സംഭവിച്ചത് ഒരു അപകടമാണ്. ഒരുപാട് അഭിമാനം കൊള്ളുന്ന, ഇച്ചിരി അഹങ്കരിക്കുന്ന ആ ഡോക്ടർക്ക്
അരികിലേക്ക് വന്നത്, ആ വിധി ഇച്ചിരി ഭീകരമായിരുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മുടെ കഥാകൃത്ത് വൈക്കം മുഹമ്മദ് ബഷീർ ഡൾ തഡ് എന്ന് കമ്പയർ ചെയ്തിരിക്കുന്നത്. അവരൊക്കെ പുലികളാണ്. നമ്മുടെ ബേപ്പൂർ സുൽത്താനൊക്കെ എല്ലാ എഴുത്തുകാരും പുലികളാണ്. എല്ലാവരും മിടുക്കന്മാരാണ്. അവർക്ക് എവിടെ എന്തൊക്കെ ഉപയോഗിക്കണമെന്ന് അവർക്കൊക്കെ നല്ല വൃത്തിയായിട്ട് അറിയാം. അതുകൊണ്ട് ഡൾ തഡ് എന്ന് നമ്മുടെ ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ആദരണീയനായ മുഹമ്മദ് ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത് ഡൾ തഡിനോടാണ് പറയുന്നത്. ഒരു ഡൾ തഡ് ഞാൻ കേട്ടു. ആസ് ഇഫ് എ റബ്ബർ ട്യൂബ്, ഒരു റബ്ബർ ട്യൂബ് ഉണ്ടല്ലോ, നമ്മുടെ സൈക്കിളിൻ്റെ ട്യൂബൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടയറൊക്കെ ഉണ്ടല്ലോ, അത് വന്ന് വീഴുന്ന മാതിരി. ഹാഡ് ഫോളൻ ടു ദി ഗ്രൗണ്ട്. ഒരു ട്യൂബ് വന്ന്, ഒരു ടയർ വന്ന് മച്ചിൻപുറം മേൽക്കൂരയിൽ നിന്നും ഈ ഓടിൻ്റെ ആ ഭാഗത്ത് നിന്നും തറയിൽ വന്ന് വീണാൽ ഉള്ള ശബ്ദം പോലെ ഞാൻ കേട്ടു. ഷ്യൂർലി നത്തിങ് ടു വറി എബൌട്ട്. ഷ്യൂർലി നത്തിങ് ടു വറി എബൌട്ട്. ശബ്ദം കേട്ടു. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തോ വിഷമിക്കണ്ട, അങ്ങനെ സ്വയം ആശ്വസിക്കുക. കാര്യം 10 മണിയൊക്കെ കഴിഞ്ഞു. 10 മണിയങ്ങോട്ട് ആവാൻ പോകുന്നു. രാത്രി ഒറ്റയ്ക്കേ ഉള്ളു. എന്തിനു പേടിക്കുന്നത്? നമ്മൾ തന്നെ രാത്രി ഇരിക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദം, പുറത്ത് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ നമ്മൾ പറയും പിന്നെ പുറത്ത് എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് നല്ല ധൈര്യമാണ് പേടിയുണ്ടെങ്കിലും. അപ്പം ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ വുഡ് ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട്. ഒന്ന് തിരിയാൻ തീരുമാനിച്ചു. ആര് ടേക്കലൊക്കെ എന്തായാലും എന്തോ ശബ്ദം കേട്ടില്ലയോ, ഒന്ന് തിരിയാം. എന്തോ പുറകിലെന്തോ വീണേ ഏണ്ട് ഡൾ തഡ് ഞാൻ കേട്ടു എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ പുറകോട്ട് തിരിഞ്ഞു. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. ഞാനൊന്ന് തിരിഞ്ഞു. ഒന്ന് തിരിയണ്ട, അതാ നോ സൂണർ എന്ന പദം എന്ന് പറഞ്ഞാൽ ഉടനെ എന്ന അർത്ഥം. നോ സൂണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാൻ വരും. നോ സൂണറും ഹാഡ്ലി സ്കേഴ്സിലിയൊക്കെ നമ്മൾ ഗ്രാമർ ക്ലാസ്സുകളിൽ വിശാലമായിട്ട് പഠിക്കും. നോ സൂണർ വരുന്നിടത്ത് ദാൻ വരും. നോ സൂണർ ഡിഡ് ദ ടീച്ചർ എൻ്റർ ദി ക്ലാസ് ദാൻ ദി സ്റ്റുഡൻസ് സ്റ്റുഡ് അപ്പ് എന്ന് പറയും. അപ്പം നോ സൂണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് വെർബിൻ്റെ ഹാഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെർബിൻ്റെ പി പേര് ഗ്രാമർ ഐറ്റമൊക്കെ പിന്നീട് ക്ലാസ്സുകളിൽ പറയാം. നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദാൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ്. എന്താ റിഗിൾഡ് എന്ന് പറഞ്ഞാൽ? ഓവർ ദി ബാക്ക് ഓഫ് ദി ചെയർ. റിഗിൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഴഞ്ഞ് ഒരു തറയെ വീണൊരു പാമ്പ്, ഒരു മൂർഖൻ തറയിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്ന കസേരയുടെ പിറകിൽ മേളിലോട്ട് ഇഴഞ്ഞ് കയറുന്നതിന് റിഗിൾഡ് എന്ന് പറയുന്നത്. കേട്ടോ, ഇഴഞ്ഞ് കയറി എന്നൊക്കെ പറയാം. അപ്പം നമ്മളുടെ ഡോക്ടർ ഇരുന്ന് ആ സൗന്ദര്യം ആസ്വദിച്ച് ലേഡി ഡോക്ടറെ സ്വപ്നം കണ്ട്, തടിച്ച ഭാര്യയെ സ്വപ്നം കണ്ട്, വരാനിരിക്കുന്ന വരുമാനമൊക്കെ കൂട്ടി കിഴിച്ചൊക്കെ ഇരുന്ന ആ മനുഷ്യൻ പുറകിലൊരു മരണം നോക്കി നിൽക്കുന്ന കണ്ടില്ല. ഒരു പുറകോട്ട് തിരിഞ്ഞില്ല. തിരിയുന്നതിന് മുമ്പേ ഓവർ ദ ബാക്ക് ഓഫ് ദി ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. ഒരു ഫാറ്റ് സ്നേക്ക്, ഒരു മുട്ടൊരു പാമ്പ്, ഒരു വെമ്പാല എൻ്റെ ഷോൾഡറിൽ അങ്ങില്ല. തറയെ വീട് കസേരയെ കൂടെ ഇഴഞ്ഞ് മുകളിലോട്ട് കയറി എൻ്റെ ഷോൾഡറിൽ അങ്ങ് ലാൻഡ് ചെയ്തു. അപ്പം എയ്റോപ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന മാതിരി മുകളിൽ നിന്നൊരു പാമ്പ് വന്ന് ഡോക്ടറിൻ്റെ ഷോൾഡറിൽ ലാൻഡ് ചെയ്തു. ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കൈയുടെ ഈ മോൾ ഭാഗം ഷോൾഡർ. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വേർ സൈമിൾട്ടേനിയസ്. പാമ്പ് വീണതും ഇഴഞ്ഞു കയറി ഞാൻ തിരിഞ്ഞതും പാമ്പ് ലാൻഡ് ചെയ്തതും ഒരേ സമയത്തായിരുന്നു. അതായത് സൈമിൾട്ടേനിയസ് എന്ന് പറയുന്ന ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ ഒരു സമയത്ത് തന്നെ സംഭവിക്കുക. ഇപ്പം ഈ ക്ലാസ് എത്തിക്കുന്ന കുട്ടി, നീ ഓടി നീ വീണു, ഉരുണ്ട് വീണു. നീ ഉരുണ്ട് വീഴുന്ന സമയത്ത് തന്നെ നിൻ്റെ വീട്ടിനടുത്തുള്ള ഒരു കൂഴിച്ചക്ക അങ്ങ് വീണു, മുട്ടൊരു കൂഴിച്ചക്ക. ഈ വീഴുമ്പോൾ കൂഴിച്ചക്ക വീഴത്തുള്ളൂ, വേറൊന്നും വീഴത്തില്ല. അപ്പം നീയും വീണു, ആ ശബ്ദം കേട്ടു, കൂഴിച്ചക്കയും വീണു. അപ്പോൾ രണ്ടും കൂഴിച്ചക്ക വീടുന്നത് നീയും വീണത് ഒരേ സമയത്താണ്. അങ്ങനെ ഒരേ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് സൈമിൾട്ടേനിയസ് എന്ന് പറയുന്നത്. ഞാൻ തിരിഞ്ഞതും പാമ്പ് ലാൻഡ് ചെയ്തു ഒരേ സമയത്തായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വേർ സൈമിൾട്ടേനിയസ്. പാമ്പൻ്റെ ആണ്ട് തോളിലിരിക്കുക. ഏതെങ്കിലും വല്യമ്മമാർ കാണുകയാണെങ്കിൽ വന്ന് തൊഴുതു നിൽക്കും. ആ തൊഴുതു നിൽക്കുമായിരുന്നു ഡോക്ടറിൻ്റെ മുമ്പിൽ. ആ വല്യമ്മമാരും ആയിരിക്കും ശിവ എൻ്റെ മഹാദേവ എന്ന് പറഞ്ഞ് തൊഴുതു നിൽക്കുമായിരുന്നു. ആ രീതിയിലാണ് ശിവൻ്റെ തോളിൽ പാമ്പ് ചുറ്റിയ മാതിരി പാവം ഡോക്ടറിൻ്റെ തോളിൽ പാമ്പിരിക്കുന്നു. ഐ ഡിഡൻറ്റ് ജമ്പ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എങ്ങനെയാ നിങ്ങളൊരു പാമ്പിനെ കണ്ടു നിങ്ങളുടെ മുറിയിൽ, നിങ്ങൾക്ക് വാതിൽ ഒരുക്കോട്ട് പോകാൻ പറ്റുന്നില്ല, വാതിലിൽ ആ പാമ്പ് നിൽക്കുന്നത്, നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ?
ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ അതിനെ കയറി ചവിട്ടിയൊന്നും ചെയ്യരുത്. അത് ജീവിച്ചോട്ടെ കേട്ടോ. നിങ്ങളെ കാണാൻ ബൈറ്റ് ചെയ്യും, കടിക്കും, അത് പിടഞ്ഞ് മരിക്കും. അതുകൊണ്ട് അതിനൊന്നും പോണ്ട. എങ്കിലും നിങ്ങളുടെ വാതിൽ, നിങ്ങൾക്ക് പുറത്തേക്ക് ഇറക്കേണ്ട വാതിൽ ഒരു മൂർഖം വന്ന് നിൽക്കുക, ഇങ്ങനെ പത്തിയൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുക. എങ്ങനെയാ? നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങൾ വരണ്ടു പോകും. ഐ ഡിഡിന് ജമ്പ്, ഞാൻ ചാടിയില്ല. കാര്യം ചാടാൻ പറ്റത്തില്ല കുട്ടികളെ. എങ്ങനെ ചാടും? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഐ ഡിഡിന് ജമ്പ്, ഞാൻ ചാടിയില്ല. ഐ ഡിഡിൻ്റ് ട്രംബിൾ, ഞാൻ വിറച്ചില്ല. ആ വികാരങ്ങളൊക്കെ എവിടെയോ ഓടി ഒളിച്ചു. വിറയലും ചാട്ടക്കും ഒക്കെ പച്ചയായൊരു മനുഷ്യനാണ് അത് പറഞ്ഞിരിക്കുന്നത്. പച്ചയായൊരു മനുഷ്യനെ വിറയ്ക്കാനും ചാടാനും ഒക്കെ പറ്റൂ. ദാ ഇങ്ങേര് പോയി, ഇങ്ങേര് ചത്തതിനൊക്കുമേ. അതാ പറയുന്നത്, ഐ ഡിഡിൻ്റ് ജമ്പ്, ഞാൻ ചാടിയില്ല. ഐ ഡിഡിൻ്റ് ട്രംബിൾ, ഞാൻ വിറച്ചില്ല. ഐ ഡിഡിൻ്റ് ക്രൈ ഔട്ട്, കരഞ്ഞതുമില്ല. കാര്യമില്ല. കാര്യം ആ ഉഗ്രവിഷമുള്ള ആ പാമ്പ്, ആ കോബ്ര എൻ്റെ തോളിലിങ്ങനെ ചുറ്റിയിരിക്കുക. അവസ്ഥ ആലോചിച്ച് നോക്കുക കുട്ടികളെ. ദെയർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് എ തിങ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും സമയമില്ല. വിറയ്ക്കാനും ചാടാനും കരയാനും എനിക്ക് സമയം കിട്ടിയില്ല. ദ സ്നേക്ക് സ്ലിതേർഡ്, പാമ്പ് ദ സ്ലിതേർഡ് തെന്നിയിറങ്ങി. എലോങ് മൈ ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം. എൻ്റെ തോളിലിരുന്ന പാമ്പ് താഴോട്ടിറങ്ങി എൻ്റെ കയ്യിലങ്ങ് ചുറ്റിയിരുന്നു. കണ്ടോ? എൽബോ, കയ്യിൽ എബോവ് ദ എൽബോ എന്ന് പറഞ്ഞാൽ ഇതിന് മേടി കയ്യിലങ്ങ് ചുറ്റിയിരുന്നു. ദ ഹുഡ് പത്തി, ഈ മൂർഖൻ്റെ പത്തിയാണ് ഹുഡ് എന്ന് പറയുന്നത്. ദ ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട്, പത്തി വിടർത്തിയാണ് നിൽക്കുന്നത്. ഒരു കസേരയിൽ ചാരിയിരുന്ന പാവം ആ ഹോമിയോപ്പതി ഡോക്ടറിൻ്റെ കയ്യിലിങ്ങനെ, നേരത്തെ ഷോൾഡറിലായിരുന്നു, പിന്നെ തെന്നി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിലങ്ങിരുന്നു. ലെഫ്റ്റ് ഹാൻഡിലാണ്, അല്ലയോ? ആണ്, ലെഫ്റ്റ് ആമിലങ്ങിരുന്നു, ഇടത് കയ്യിലങ്ങ് ചുറ്റിയിരുന്നു. ദ ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട്, പത്തി വിടർത്തി നിൽക്കുക. സ്പ്രെഡ് ഔട്ട് മീൻസ് വിടർത്തി നിന്നു, വിടർത്തി. നമ്മൾ പാമ്പുകളെ കണ്ടിട്ടില്ലേ പത്തി വിടർത്തിയാണ് നിൽക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. അതിൻ്റെ തല, ഈ പാമ്പിൻ്റെ തല വാസ് ഹാർഡ്ലി 3 or 4 inches, 3-4 ഇഞ്ച് ഫ്രം മൈ ഫേസ്, എൻ്റെ മുഖത്തുനിന്ന് 3-4 ഇഞ്ച് അകലെയാണ്. ഒരു അഭിമുഖ സംഭാഷണം പാമ്പുമായിട്ട്. ഈ പാവം ഡോക്ടർ നനങ്ങിയാൽ ആ പാമ്പ് കൊത്തും, ഉറപ്പാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ ചാടിയില്ല, ഞാൻ വിറച്ചില്ല, അതിനൊന്നും ഞാൻ അങ്ങനല്ല, എന്തോ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ പാമ്പ് കയ്യിൽ ചുറ്റിയ പാമ്പ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു. അവർ തമ്മിലൊരു അഭിമുഖ സംഭാഷണം തുടങ്ങാൻ പോയാൽ അങ്ങേര് നിന്നെ ഇപ്പോൾ കൊല്ലുമെന്നും പറഞ്ഞു പാമ്പിരിക്കുന്നു. മരണം പ്രതീക്ഷിച്ച് എങ്ങനെ എത്രമാത്രം വിരണ്ടു എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. ഭീകരമായിരിക്കും വിരണ്ടതാ മനുഷ്യനെ ഇരിക്കുന്നു. പാമ്പ് 3-4 ഇഞ്ച് അകലെ ഇങ്ങനെ അങ്ങേരെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സാറ്റ് ദെയർ ഹോൾഡിങ് മൈ ബ്രത്ത്. ശ്വാസം പിടിച്ചിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നും അല്ല. ശ്വാസം പിടിച്ചങ്ങ് ഇരുന്നു ഞാനങ്ങ് എന്ന് പറഞ്ഞാൽ പോരാ. ഐ വാസ് ടേൺഡ് ടു സ്റ്റോൺ. ശ്വാസം പിടിച്ചിരുന്നു പറഞ്ഞാൽ പോരാ, ഞാൻ ശിലയായി, ഞാനൊരു പാറയായി മാറി. പച്ചയായ മനുഷ്യനെ, ഫ്ലഷാണ് അദ്ദേഹം, പച്ചയായ മനുഷ്യൻ ശിലയായി മാറി. ശിലയായേ പറ്റൂ, വിറങ്ങലിച്ചു പോയ മനുഷ്യൻ പാവം. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. പക്ഷേ വിറങ്ങലിച്ച് ശിലാരൂപം പോലായെങ്കിലും ആ മനുഷ്യൻ്റെ മനസ്സ് ആക്റ്റീവായിരുന്നു. അത് നിങ്ങളായാലും അങ്ങനെയാണ്. ഈ സ്നേക്ക് എക്സ്പേർട്സൊക്കെ, ഈ പാമ്പ് വിദഗ്ധരൊക്കെ പറയുന്നത് അതാ, നമ്മളെ ഒരു പാമ്പ് കൊത്തിയാൽ, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കരുതെന്ന് പറഞ്ഞത്. പേടിച്ചാൽ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടും, വരണ്ടു പോയാൽ നമ്മുടെ രക്തയോട്ടം കൂടുമ്പോൾ ഈ വെനം ശരീരത്ത് എവിടെയാണ്? കിഡ്നിയെങ്കിൽ കിഡ്നി, ഹേർട്ടിനാണെങ്കിൽ ഹേർട്ട്, തലച്ചോറിന് പല ഹേർട്ടിനാണെങ്കിൽ ഹേർട്ട്, തലച്ചോറിനകത്ത് ഇതിൽ പെട്ടെന്ന് ഓടിക്കയറും. അതുകൊണ്ടാണ് പാമ്പ് കടിച്ചാൽ കൂളായിട്ടിരിക്കണം എന്ന് പറയുന്നത്. എക്സ്പേർട്സ്, ഈ സ്നേക്സ് എക്സ്പേർട്സ്, പാമ്പ് വിദഗ്ധന്മാർ, വാവ സുരേഷൊക്കെ പറയുന്നത് അങ്ങനെയാണ്.
പക്ഷേ എൻ്റെ ശരീരം പുറമേ ശിലയായെങ്കിലും ഞാൻ ശില പോലിരുന്നെങ്കിലും എൻ്റെ മനസ്സ് ആക്റ്റീവായിരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ദി ഡാർക്ക്നെസ് എന്നൊക്കെ ഇരുട്ട് മാത്രമേ എനിക്ക് കൂട്ടിരുട്ട് മാത്രമായിരുന്നു. വാതിൽ പുറത്തേക്ക് ഇരുളിലേക്ക് തുറന്നിട്ടിരിക്കുന്നു. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. മുറിയിലും ഇരുട്ട്. ഒരു കെറോസിൻ ലാമ്പ് ഉണ്ടെങ്കിൽ പോലും ഒരു കെറോസിൻ ലാമ്പിന് മണ്ണെണ്ണ വിളക്കിന് കൊടുക്കാവുന്ന വെട്ടമുണ്ട്, ഒരു പരിധിയുണ്ട്. എൻ്റെ റൂമിലും ഇരുട്ട്. ഒരുപക്ഷെ ഇത് ഇങ്ങനെ പറയുന്നത് ഭീതി കൊണ്ടായിരിക്കാം. ഭീതി നമ്മളിലേക്ക് എത്തിയാലും നമ്മളിൽ ഒരു ഇരുട്ട്, നല്ല വെട്ടമുണ്ടെങ്കിൽ ഇരുട്ടായിട്ട് നമുക്ക് തോന്നും. എന്തായാലും എൻ്റെ റൂം ഇരുട്ടിലേക്ക് എൻ്റെ വാതിൽ തുറന്നു കിടന്നു. എൻ്റെ റൂമിലും ഇരുട്ടായിരുന്നു. ഇൻ ദ ലൈറ്റ് ഓഫ് ദി ലാമ്പ്, ആ വിളക്ക് വെട്ടത്തിൽ ഐ സാറ്റ് ദെയർ, ഞാൻ അവിടെ ഇരുന്നു. ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. കണ്ടോ, ഫ്ലഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പച്ചയായ മനുഷ്യനാണ്. ഇപ്പം അദ്ദേഹം ഒരു സ്റ്റോൺ ഇമേജാണ്. പച്ചയായ മനുഷ്യൻ ഇപ്പോൾ സ്റ്റോൺ ഇമേജായി മാറി, ഒരു 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 കല്ലായി മാറി. അതാ മനുഷ്യൻ്റെ അവസ്ഥ. ഇത്രയേ ഉള്ളൂ. എന്ത് അഹങ്കരിച്ച മനുഷ്യനാ, എന്ത് ഓടിച്ചാടി നടന്ന മനുഷ്യൻ, എന്തെല്ലാം സ്വപ്നങ്ങളാണ് കണ്ടേ. ഉണ്ടോ, നല്ല ഒരു കട്ടുകുറഞ്ഞ മീശ, ഇഷ്ടം പോലെ പണം സമ്പാദിക്കണം, ഒരു ലേഡി ഡോക്ടറെ വിവാഹം കഴിക്കണം, അവൾ തടിച്ചവളായിരിക്കണം, ഒരുപാട് സമ്പാദ്യം വേണം, ഒത്തിരി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇച്ചിരിയൊക്കെ അഹങ്കരിച്ച് സ്വപ്നം കണ്ടിരുന്ന മനുഷ്യൻ ദാ നിൽക്കുന്നു. അതാ മനുഷ്യൻ്റെ അവസ്ഥ. വെറും ഒരു ശിലയായി ഭീതി പൂണ്ട് ജീവിതത്തെ ഭീതിയോടെ നോക്കിക്കണ്ട മനുഷ്യനിരുന്നു. ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദി ക്രിയേച്ചർ ഓഫ് ദിസ് വേൾഡ്. പെട്ടെന്നാണ് ഈ ലോകത്തിൻ്റെ ക്രിയേച്ചറിനെ ഓർത്തത്, സൃഷ്ടാവിനെ ഞാൻ ഓർത്തത്. ആരാ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്? ദൈവമാണ്. ദൈവത്തെ വിളിക്കാതെ നടന്നവനാ. ഇപ്പോൾ എല്ലാവരും ദൈവത്തെ വിളിക്കുക. കൊറോണ അങ്ങോട്ട് ശക്തമായപ്പോഴത്തേക്ക് ദൈവത്തെ വിളിക്കാത്തവരും ദൈവത്തെ വിളിച്ചു തുടങ്ങി. ഞാൻ അവിടെ കണ്ടു. അതാണ് കുട്ടികളെ, അപകടം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നാം ദൈവത്തെ കാണും. എല്ലാവരും പറയും ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷേ അപകടം, ഒരു ഭീതി നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. നിങ്ങളെല്ലാവരും ദൈവത്തെ കാണും. ഞാൻ ദൈവത്തെ കണ്ടു. ദൈവം എന്താ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ, ഒരു സ്നേക്കിൻ്റെ രൂപത്തിൽ എൻ്റെ കയ്യിൽ ചുറ്റി എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു. ഇനി ഞാൻ ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് ദൈവമാകുന്ന ഈ സർപ്പം, ഈ വിഷഹരിയായ വിഷമുള്ള ഈ സർപ്പം തീരുമാനിക്കും. ഒരു മനുഷ്യൻ്റെ അവസ്ഥ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ദൈവത്തെ ഓർത്ത്, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ ഓർത്തു, ആൻഡ് ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തെ ഓർത്ത്. നിങ്ങളൊന്നും നിങ്ങളുടെ വീട്ടുകാരെ ഓർക്കാറില്ല അല്ലേ കുട്ടികളെ? നിങ്ങളുടെ മാതാപിതാക്കളെ, അമ്മയെ ഓർക്കാറില്ല, അച്ഛനെ ഓർക്കാറില്ല, അങ്കിളും മാമന്മാരെയും ആരും ഓർക്കാറില്ല. അഹങ്കരിച്ച് നിങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. പക്ഷേ ജീവിതത്തിൽ തിരിച്ചടി വരുമ്പോൾ നിങ്ങൾ ആദ്യം അച്ഛനെ വിളിക്കും, അമ്മയുടെ സാന്നിധ്യം കൊതിക്കും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. അപ്പം ഇവിടെയും നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കണ്ടു, സൃഷ്ടാവിൻ്റെ സാന്നിധ്യം അറിഞ്ഞു, ദൈവത്തെ വിളിച്ചു. ഗോഡ് വാസ് ദേർ. ദാ അവിടെ ദൈവം, ദാ ഇവിടെ എൻ്റെ മുമ്പിൽ ദൈവം ഇരിക്കുന്നു. ഇനി ഞാൻ ജീവിക്കണോ വേണ്ട എന്നുള്ള ഈ ദൈവമാണ് തീരുമാനിക്കുന്നത്. അതാണ് ദൈവം. സപ്പോസ് ഐ സെഡ് സംതിങ്, ഞാൻ എന്തോ പറഞ്ഞു, ദൈവത്തോടാണ് പറഞ്ഞത്. ദൈവമേ എന്നെ ഇതൊന്നും ചെയ്യരുതേ, കരഞ്ഞുകൊണ്ടായിരിക്കാം മനസ്സിൽ പറഞ്ഞത്. ഞാൻ എന്തോ പറഞ്ഞു, ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ആപത്ത് വരുമ്പോൾ ദൈവത്തെ വിളിച്ചാൽ ദൈവം വിളി കേൾക്കത്തില്ല, ദൈവം ശ്രദ്ധിക്കത്തില്ല. അതാ ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ ഈ കഥയിലൂടെ പറയുന്നത്. ഞാൻ ദൈവത്തെ വിളിച്ചു, സൃഷ്ടികർത്താവിനെ ഓർത്തു. ഞാൻ എൻ്റെ ഉള്ളിൽ ഭീതിയോടെ ദൈവത്തെ ഇഷ്ടപ്പെട്ടു, ദൈവത്തെ വിളിച്ചു, ദൈവത്തോട് ആഗ്രഹം പറഞ്ഞു ജീവിക്കണമെന്ന്. ദൈവം കേട്ടില്ല. അതാ പറയുന്നത്, ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. അദ്ദേഹം കേട്ടില്ല. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ. ഞാൻ എൻ്റെ സങ്കല്പത്തിൽ ടു റൈറ്റ്, എഴുതാൻ തുടങ്ങി. ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ്, തേജോമയമായ വരികളിൽ ഞാൻ എഴുതി. ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹേർട്ട് ദ വേർഡ്സ് ഓ ഗോഡ്. കണ്ടോ, ഒരിക്കലും ദൈവത്തെ മറന്ന് ജീവിച്ച ഡോക്ടറാണെന്ന് എനിക്കറിയാൻ വയ്യ. മനുഷ്യനില്ലയോ ദൈവത്തെ മറന്ന് ജീവിച്ചതായിരിക്കും. പക്ഷേ ഇമ്മാതിരി ഇപ്പം നിങ്ങൾ നാളെ റിസൾട്ട് അറിയാൻ പോയാൽ, ഈ 10ലെ 10ലെ കുട്ടികളൊക്കെ നാളെ റിസൾട്ട് അറിയാൻ പോയാൽ അവരുടെ വീടിനടുത്തുള്ള അമ്പലത്തിലൊക്കെ പോകും, പള്ളികളിൽ പോകും. പറ്റുമെങ്കിൽ, ഇപ്പോൾ പോകാൻ പറ്റുന്ന സ്ഥിതി അല്ലെങ്കിൽ വീട്ടിലെ വിളക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് വിളിക്കുന്ന വിളി ദൈവം പോലെ അവിടെ ഇരുന്ന് വിങ്ങിപ്പൊട്ടിപ്പോവും. ദൈവമേ എനിക്ക് ആ വിഷയത്തിന് A+ കിട്ടണേ, ദൈവമേ എനിക്ക് എല്ലാ വിഷയത്തിനും ഫുൾ A+ കിട്ടണേ എന്നുള്ളൊരു വിളിയൊന്ന് സങ്കല്പിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ. അതിനേക്കാൾ അതാ. അപ്പോൾ ആ വിളി, ആ അമ്മ എൻ്റെ ദൈവമേ എന്നുള്ള ആ വിളിയാണ് അതിനെ പറയുന്നത് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. തങ്കലിപികളാലാണ് ഹൃദയത്തിൽ ആ ഹോമിയോപ്പതി ഡോക്ടർ ഓ ഗോഡ് എന്നെഴുതിയത്. കണ്ടോ, ഓ ഗോഡ് എന്ന് പറഞ്ഞൊരു വിളിയാണ്, അല്ലാതെ ദൈവത്തിൻ്റെ എൻഷ്യലല്ല. ദൈവത്തിൻ്റെ അച്ഛനാണ് ഓമനക്കുട്ടൻ, ആ ഗോഡല്ല, ഓ ഗോഡ് എന്ന് പറയുന്നത്.
ദൈവമേ എന്ന് അദ്ദേഹം ഹൃദയത്തിൽ എഴുതി. നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ദൈവമേ എന്ന് ഹൃദയത്തിൽ എഴുതുന്ന സന്ദർഭങ്ങളുണ്ടാവും. ഹോമിയോപ്പതി ഡോക്ടറും എഴുതി ഹൃദയത്തിൽ എഴുതിയത് അദ്ദേഹം ദൈവമേ എന്ന്. ദെർ വാസ് സം പെയിൻ ഇൻ മൈ ലെഫ്റ്റ് ആം. ഇടത് കൈയിലങ്ങ് ഭയങ്കര വേദന. ഇടത് കയ്യിൽ ആ പാമ്പ് ചുറ്റിയിരിക്കുന്ന, മൂർഖൻ ചുറ്റിയിരിക്കുന്ന, കോബ്ര ചുറ്റിയിരിക്കുന്നത്. നമ്മൾ നാട്ടിൻപുറത്ത് മൂർഖൻ. ഇപ്പം എൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് ഒരു പട്ടി 3-4 പട്ടി വളർത്തുന്നുണ്ട്. ഈ പട്ടിയുടെ അരികിലേക്ക് ഒരു കോബ്ര എഴിഞ്ഞു വന്നു. ഒരു കോബ്രയായിരുന്നു അത്. ഈ പട്ടി അറ്റാക്ക് ചെയ്യുന്നൊരു പട്ടിയാണ്, ആക്രമിക്കുന്നൊരു പട്ടിയാണ്. പട്ടി ഓടിച്ചെന്ന് ഈ മൂർഖൻ്റെ നടുക്ക് കടിച്ച് പിടിച്ചിട്ട് കുടഞ്ഞങ്ങ്. അപ്പോൾ ഈ പാമ്പുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മങ്കൂസൊക്കെ, കീരിയും പൂച്ചയും പട്ടിയൊക്കെ ഇതിനെ എങ്ങനെ വീഴ്ത്തുന്നത്, ഈ കടി ഏൽക്കുന്നതിന് മുമ്പേ ഇതിനെ പിടിച്ചോ കുടയും. അപ്പോൾ ഈ പാമ്പിനെയൊക്കെ ഇങ്ങനെ കുടയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കശേരുക്കളുണ്ട്, ഇതൊക്കെ ഇതൊക്കെ അങ്ങ് വല്ലാതാവും. പിന്നെ ഇതിനെന്തോ ഒന്നും അനങ്ങാൻ പറ്റത്തില്ല ഈ പാമ്പിന്. അത് ഈ ഇഴജന്തുക്കൾക്ക് ഉള്ള കുഴപ്പമാണത്. അപ്പോൾ ഈ പട്ടി എൻ്റെ വീട്ടിനടുത്ത് ഞാൻ പഠിപ്പിച്ചൊരു കൊച്ചിൻ്റെ സീമ വീൽസ് എന്ന അവളിങ്ങനെ മുറ്റത്തിരിക്കുക. അവളിങ്ങനെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അവളിങ്ങനെ ഇറമ്പത്തിരിക്കുന്നു, പട്ടി മുറ്റത്ത് ഓടി കളിക്കുന്നു. ഈ കോബ്ര എഴിഞ്ഞു വരുന്ന കാണുന്നില്ല. പട്ടി കണ്ട്, ഇഴജന്തുക്കൾക്ക് ഇതെല്ലാം പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പട്ടി കണ്ട് ഓടി വന്ന്, അല്ലെങ്കിൽ ഇവളെ ആ പാമ്പ് കഴിച്ചേനെ. പട്ടി ഓടി ഇങ്ങോട്ട് വന്ന് ഈ പാമ്പിനെ കടിച്ചെടുത്ത് 2 കുടയേക്കാം. കുട്ടികളെ, ഏറ്റവും അതിശയകരമായ കാര്യം, ഈ പാമ്പിൻ്റെ ഒരു കഷ്ണം, ഈ കോബ്രയുടെ ഒരു കഷ്ണം സീമ വീൽസിൻ്റെ മടിയിൽ ചെന്ന് വീണു. ഈ പാമ്പ് ചത്തില്ല. ഈ പാമ്പിൻ്റെ തലഭാഗം ചെന്ന് വീണായിരുന്നെങ്കിലോ? സീമ വീൽസിൻ്റെ കാര്യത്തിലും ഇതേപോലെ ആയനെ, തീരുമാനമായേനെ. ഇവിടെ നമ്മുടെ ഡോക്ടർക്ക് തീരുമാനമായില്ല. ഡോക്ടറുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഇങ്ങനെ അഭിമുഖ സംഭാഷണം നടത്തുന്ന പോലെ പാമ്പ് ഇങ്ങനെ കൈ ചുറ്റിയിരിക്കുക. അപ്പം എൻ്റെ അപ്പം പാമ്പ് ചുറ്റിയാലൊക്കെ നമ്മൾ ഈ സ്നേക്ക് എക്സ്പോ, ഈ ബാബാ സുരേഷും ഈ പാമ്പ് പിടിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഈ കയ്യിൽ ചുറ്റാൻ അവർ സമ്മതിക്കത്തില്ല. നിങ്ങളിങ്ങനെ ഈ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ പാമ്പ് സ്നേക്സ് എക്സ്പെർട്ട് ബാബാ സുരേഷ് ആയാലും മറ്റ് ആൾക്കാരായാലും ശരിയാണ്, പാമ്പ് പിടുത്തക്കാർ ഒരിക്കലും തൻ്റെ ശരീരത്തിൽ പാമ്പ് ചുറ്റാൻ, അല്ലെങ്കിൽ കൈ ചുറ്റാൻ സമ്മതിക്കത്തില്ല. അവർ പെട്ടെന്ന് ഇളക്കിയെടുക്കുന്നത് കാണാം. കാരണം ഇത് നല്ലോണം പിടിച്ചാൽ മുറുക്കും ഈ പാമ്പ്. നല്ല വേദനയായിരിക്കും എന്ന് പറയുന്നത്, അനുഭവസ്ഥരാണ് പറയുന്നത്. നല്ല വേദനയായിരിക്കും. പെരുമ്പാമ്പൊക്കെ ചുറ്റി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടൻ അസ്ഥിയും ചെറിയ അസ്ഥിയൊക്കെ എല്ലാം ഒടിഞ്ഞ് നുറുങ്ങിപ്പോവും. പെരുമ്പാമ്പൊക്കെ അങ്ങനെ വിഴുങ്ങുന്നത്. ഈ നമ്മൾ വിചാരിക്കും പാമ്പൊക്കെ എങ്ങനെ പോത്തിനെയൊക്കെ വിഴുങ്ങുന്നത്. ഒരു പോത്തിനെയൊക്കെ വിഴുങ്ങും. ഒരു പോത്തിനെയൊക്കെ ഒരു പെരുമ്പാമ്പങ്ങ് വിഴുങ്ങും. കാര്യം ഇതായി ചുറ്റി ഇതിൻ്റെ ശരീരം, ഇതിൻ്റെ ബോഡി അങ്ങ് ക്രഷ് ചെയ്തങ്ങ് പൊടിച്ച് നമ്മുടെ വാഴയ്ക്കാപ്പം പരുവാക്കും. ഒരു പെരുമ്പാമ്പിൻ്റെ കയ്യിൽ ഒരു വലിയ കാട്ടുപോത്തിനെ കിട്ടിയ കാട്ടുപോത്തിനെ ആദ്യം വാഴയ്ക്കാപ്പമാക്കും ഈ പെരുമ്പാമ്പ്, എന്നിട്ടേ ഭക്ഷിക്കത്തുള്ളൂ. വാഴയ്ക്കാപ്പം പരുവാക്കും. അപ്പം എൻ്റെ ഇടത് കയ്യിൽ ഭയങ്കര വേദന. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്. എൻ്റെ ഇടത് കയ്യിലിരിക്കുന്ന ഒരു പാമ്പാണ്, ഒരു കോബ്രയാണ്. ഒരു ലെഡൻ റോഡ്, ലെഡൻ എന്ന് പറഞ്ഞാൽ ഈയം കൊണ്ടുണ്ടാക്കിയ റോഡ്, ഒരു കമ്പി, ഈയക്കമ്പി ചുറ്റിയ മാതിരി ഒരു അനുഭവം എനിക്ക്. അല്ലല്ലല്ല, ഡോക്ടർ പറയാം തിരുത്തുന്നതെന്ന്. ഒരു ഈയക്കമ്പി ചുറ്റിയ മാതിരി ഒരു അനുഭവം. എന്നിട്ട് പറയാം അല്ലല്ലല്ല, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത, അതാ മോൾട്ടൺ ഫയർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ കൊല്ലൻ്റെ ആലയിലൊക്കെ നമ്മൾ കാണും, ഈ തീയിലോട്ട് ഈ പൈപ്പൊക്കെ ഇങ്ങോട്ട് കമ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പഴിപ്പിച്ചെടുക്കും. അപ്പോൾ ആ ഇരുമ്പ് കമ്പിക്ക് തീ കളറായിരിക്കും, ചുമപ്പ് കളറായിരിക്കും. അതിനെ മോൾട്ടൺ ഫയർ എന്ന് പറയുന്നത്. അപ്പം സാധാ കമ്പി ചുറ്റിയണക്കല്ല, ആലയിൽ തീയിൽ ഉരുക്കിയെടുത്ത കമ്പി നമ്മുടെ കയ്യിൽ ചുറ്റിയ ലെഡൻ റോഡ് നമ്മുടെ കൈ ചുറ്റി അങ്ങ് ഇരിക്കും. അപ്പോൾ ഒരു വിശേഷണമാണിത്. അവർ അമ്മാതിരി വേദനിച്ചു അങ്ങേർക്ക്. അപ്പം ആ ഡോക്ടർക്ക്. അപ്പം അദ്ദേഹം പറയുകയാണ്, എൻ്റെ കയ്യിൽ ചുറ്റിയ പാമ്പ് ഇറ്റ് വാസ് ആസിഫ് എത്തിക് ലെഡൻ റോഡ്, ഒരു ഈയക്കമ്പി ചുറ്റിയ മാതിരി. അല്ലല്ലോ, അല്ല, അതാ പറയുന്നത്. അല്ല, തിരുത്തി അങ്ങേര്. എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ, ഒരു അഗ്നിയിൽ പഴിപ്പിച്ചെടുത്ത ഒരു കമ്പി ചുറ്റിയ മാതിരി എനിക്ക് തോന്നി. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ആൾ സ്ട്രെങ്ത്. അതാ പാമ്പ് ചുറ്റിയുള്ള കുഴപ്പം. അതാ നമ്മുടെ കൈയുടെ ആരോഗ്യം മൊത്തം നശിക്കുന്നത് പോലെ തോന്നും. എൻ്റെ ഇടത് കൈയുടെ സ്ട്രെങ്ത് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത് ക്ഷയിച്ചു പോകുക, താന്നു പോകുക എന്നൊക്കെ അർത്ഥം. ഡ്രെയിൻ്റെ അർത്ഥം ക്ഷയിച്ചു പോകുക, താന്നു പോകുക, നശിക്കുക എന്നൊക്കെ അർത്ഥം. ക്ഷയിച്ചു പോകുക. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കരുത്ത്. എൻ്റെ ഇടത് കൈയിൻ്റെ കരുത്ത്. നമുക്ക് 2 കൈക്കും കരുത്തുണ്ട്. ഇടത് കൈയിൻ്റെ കരുത്ത്. ഹോമിയോപ്പതി ഡോക്ടർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടികളെ ശ്രദ്ധിക്കണം. ഹോമിയോപ്പതി ഡോക്ടർ കഥ പറയുമ്പോൾ, കഥ കേൾക്കാൻ, ജീവിതകഥ, അനുഭവകഥ പറയുമ്പോൾ ഈ കഥ കേൾക്കാൻ ചുറ്റിനും കൂട്ടുകാരിപ്പുണ്ട്. അവരെല്ലാം ആകാംക്ഷഭരിതരായിരിക്കുക, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ. അപ്പം ഡോക്ടർ പറയുക, എൻ്റെ ഇടത് കൈയിലെ വേദന ഇങ്ങനെ കൂടി വരുന്നു, എൻ്റെ ആരോഗ്യമെല്ലാം ക്ഷയിക്കുന്ന പോലെ തോന്നി, ഇടത് കൈയിൻ്റെ ആ ബലം ക്ഷയിക്കുന്നത് പോലെ തോന്നി. വാട്ട് കുഡ് ഐ ഡു? എന്ത് ചെയ്യും? വാട്ട് കുഡ് ഐ ഡു? എന്ത് ചെയ്യും?
അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ്, സ്ലൈറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ചെറിയ മൂവ്മെൻറ്റ്, ഞാനൊന്ന് ചെറുതായിട്ട് മൂവ്മെൻറ്റ് ചെയ്താൽ, ചലിച്ചാൽ, ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ, പാമ്പെന്നെ കൊത്തും. ഒന്ന് അനങ്ങിയ മതി, പാമ്പെന്നെ കൊത്തും. ഡെത്ത്, ലേക്ഡ്, എന്താ ലേക്ഡ് മീൻസ് പതുങ്ങിയിരുന്നു. ഡെത്ത്, മരണം, ലേക്ഡ് 4 inches away, കറക്റ്റ്, ശരിയാണ്. കണ്ടോ, ചിത്രത്തിൽ കാണാം. മരണം 4 inch അകലെ പതുങ്ങിയിരുന്നു. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്. ഇനി ഈ പാമ്പ് എന്നെ കൊത്തട്ടെ, വാട്ട് വാസ് എ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? എന്ത് മരുന്ന് കഴിക്കും? ഒരു ഡോക്ടറാണ് ചോദിക്കുന്നത്. അതാണ് ഒരു മനുഷ്യൻ്റെ ഒരു വിരോധാഭാസം നോക്കണം, നമ്മൾ എത്തുന്ന ഒരു അവസ്ഥ നോക്കണം. ഒരു ഡോക്ടർ ചോദിക്കുക, എന്നെ ഒരു പാമ്പ് കടിച്ചാൽ മരുന്ന് എവിടെ? അപ്പോൾ ഡോക്ടർ പോലും മരുന്നിന് വേണ്ടി പരുതുന്നു. ഡോക്ടർ ചിലപ്പം പാരസെറ്റമോൾ ചിലപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിൽ കാണത്തില്ല, തലവേദനയും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും. അപ്പം നല്ലൊരു ഡോക്ടർ വിഭാഗം കഴിക്കണം, സുന്ദരനാകണം, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഡോക്ടറിൻ്റെ ഒരു അവസ്ഥ നോക്കേ. അങ്ങേര് ശിലമാതിരിയിരിക്കുന്നു. ഇനി ഈ പാമ്പെന്നെ കടിക്കട്ടെ, സപ്പോസ് ഒന്ന് കരുതുക, ഇറ്റ് സ്ട്രക്ക്, അതൊന്ന് കടിക്കട്ടെ. വാട്ട് വാസ് ദി മെഡിസിൻ? എന്ത് മരുന്ന് ഐ ഹാഡ് ടു ടേക്ക്? എന്ത് മരുന്നാണ് കഴിക്കണ്ടേ? ദെയർ വെയർ നോ മെഡിസിൻസ് ഇൻ ദി റൂം. എൻ്റെ റൂമിലാണെങ്കിൽ ഒരു മെഡിസിനും ഇല്ല. ഐ വാസ് ബട്ട് എ പുവർ, ഞാനൊരു പാവോ, ഫൂളിഷ്, മണ്ടൻ ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. ഞാനൊരു മണ്ടൻ ഡോക്ടറാണ്, ഒരു പൊട്ടൻ ഡോക്ടറാണ് ഞാൻ. അപ്പം സ്വയം വിലയിരുത്തി എവിടെ ഇരുന്ന്. ഇപ്പം ഞാനിപ്പോൾ ഒരു പൊട്ടൻ ഡോക്ടറാണ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാനൊരു പാവോ. ഐ ഫൊർഗോട്ട് മൈ ഡേഞ്ചർ, ഞാൻ എൻ്റെ അപകടം മറന്നു. ആൻഡ് സ്മൈൽഡ് ഫീബ്ലി. കുട്ടികളെ, ആ ഡോക്ടർ ചിരിച്ചു. ഫീബ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തൊക്കെ ഒന്നുമല്ല, നമ്മൾ വെറും ഒരു കീടമാണെന്നൊരു തോന്നലുണ്ടാകുമ്പോൾ വരുന്നൊരു ചിരിയുണ്ട്. ആ ചിരിയാണ് ഫീബ്ലി എന്ന് പറയുന്നത്. സ്വയം പരിഹസിച്ച് ചിരിച്ചു അങ്ങേര്. ഞാൻ ചിരിച്ചു അറ്റ് മൈസെൽഫ്, എന്നെ നോക്കി ഞാൻ സ്വയം ചിരിച്ചു. ഞാൻ ഈ ലോകത്തൊന്നുമല്ല, ഒരു ഡോക്ടറും അല്ല, ഞാൻ പൊട്ടനാണ്, ഞാനൊരു മണ്ടൻ ഡോക്ടറാണ്. കാര്യം ഗുളിക പോലും കരുതിയിട്ടില്ല ഞാൻ, മരുന്ന് പോലും ഇവിടെ എൻ്റെ പെട്ടിയിലില്ല. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രിഷിയേറ്റഡ് ദാറ്റ്. ദൈവത്തിൻ്റെ കൈകടത്തിലുണ്ടായെന്ന് തോന്നുന്നു. എന്തായാലും തങ്കലിപികളാൽ ഹൃദയം കൊണ്ട് ഓ ഗോഡ്, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചതല്ലയോ, ദൈവത്തിൻ്റെ കൈയിടത്തിലുണ്ടെന്ന് തോന്നുന്നു. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രിഷിയേറ്റഡ് ദാറ്റ്. അല്ലെങ്കിൽ എൻ്റെ ഈ ചിരി പല അർത്ഥത്തിലെടുക്കാം നമുക്ക്. ഇനി അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിക്കണം എന്താ ഇതിൻ്റെ അർത്ഥം എന്നുള്ളത്, ഏതർത്ഥത്തിലായിരിക്കും എന്നുള്ളത്. പിന്നെ ചിരി കണ്ടിട്ടാണോ ദൈവം കൈ കടത്തിയത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രിഷിയേറ്റഡ് ദാറ്റ്. ദൈവം ഇതങ്ങ് അംഗീകരിച്ചു. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. പാമ്പ് തല തിരിച്ചു. ഇപ്പം പാമ്പാരായി? തല തിരിഞ്ഞ പാമ്പായി. പാമ്പ് തല തിരിച്ചാൽ എന്താവും? തല തിരിഞ്ഞ പാമ്പ്. നിങ്ങളെയൊക്കെ വിശേഷിപ്പിക്കത്തില്ലേ ഇതിൻ്റെ നിങ്ങളുടെയൊക്കെ രക്ഷകർത്താക്കൾ? അതേപോലെ അഭിമുഖ സംഭാഷണം നടത്താനായിട്ട് നമ്മുടെ ഡോക്ടർ നോക്കിയിരുന്ന പാമ്പ് തല തിരിച്ചു. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. പാമ്പ് തല തിരിച്ചു. ഇറ്റ് ലുക്ഡ് ഇൻ ടു ദി മിറർ. തല തിരിച്ചിട്ട് ഈ പാമ്പ് കണ്ണാടിയിലാണ് നോക്കിയത്. അതാ ദ സ്നേക്ക് ആൻഡ് ദി മിറർ. ഈ പാമ്പ് കണ്ണാടിയിലാണ് നോക്കിയത്. ആൻഡ് സാ ഇറ്റ്സ് റിഫ്ലക്ഷൻ. അതിൻ്റെ പ്രതിബിംബം, റിഫ്ലക്ഷൻ, പ്രതിബിംബം ഇല്ലയോ? ആണ്, പ്രതിബിംബം, അതിൻ്റെ രൂപം, ഈ പാമ്പിൻ്റെ രൂപം കണ്ണാടിയിൽ കണ്ടു. ഐ ഡി നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ്, ഞാൻ പറയുന്നില്ല, ഈ ഹോമിയോപ്പതി ഡോക്ടർ പറയാം, ഞാൻ പറയുന്നില്ല, ഐ ഡി നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ഡ് ഇൻ ടു എ മിറർ. ഒരു കണ്ണാടിയിലേക്ക് നോക്കിയ ആദ്യത്തെ പാമ്പാണ് അതെന്ന് ഞാൻ പറയുന്നില്ല. എടാ, കണ്ണാടി പാമ്പ് ഒന്ന് നോക്കുമോ? ഒരു കണ്ണാടിയിലേക്ക് നോക്കിയ ആദ്യത്തെ പാമ്പ് ഇതാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇറ്റ് വാസ് സർട്ടൻ. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദി മിറർ. പാമ്പ് കണ്ണാടി നോക്കിയിരിക്കുകയായിരുന്നു. കണ്ണാടിയിൽ നോക്കിയ ആദ്യത്തെ പാമ്പാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, പാമ്പ് കണ്ണാടിയിൽ നോക്കിയിരുന്നു. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. പാമ്പ് അതിൻ്റെ സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുക. കൊള്ളാം, അടിപൊളി. വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഈ കണ്ണാടിയിലേക്ക്, എൻ്റെ കയ്യിലിരിക്കുന്ന പാമ്പ്, കണ്ണാടിയിലേക്ക് നോക്കുന്ന പാമ്പ് ഇനി സ്വയം ആ ബ്യൂട്ടി ആസ്വദിച്ച് വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ, ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമോ അബൌട്ട് ഗ്രോയിങ് എ മസ്റ്റാഷ്. ഇനി പാമ്പും ഈ മൂർഖനും ഒരു മീശ വളർത്താൻ തീരുമാനിക്കുമോ അത് വളർത്തുന്നതിനെ കുറിച്ചായിരിക്കുമോ തീരുമാനിക്കുന്നത്? ഒരു യൂസിങ് ഐ ഷാഡോ, അല്ലെങ്കിൽ ഐ ഷാഡോ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണോ? അതിൻ്റെ മസ്കാര, എന്താ ഈ മസ്കാര നമ്മൾ
ഈ പുരുകത്തിലൊക്കെ ഈ തേക്കുന്നൊരു സാധനമുണ്ട് കറുത്ത, അതൊക്കെ പുരുകമൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നായിരിക്കുമോ ഈ പാമ്പ് വിചാരിക്കുന്നത്? ഓർ വെയറിങ് എ വെർമില്യൻ സ്പോട്ട്, അതോ വെർമില്യൻ ചമപ്പ്. എന്താ നമ്മൾ ഈ വിവാഹം കഴിച്ച സ്ത്രീകളൊക്കെ ഈ നെറ്റിയിലൊക്കെ, ഹിന്ദു സ്ത്രീകളൊക്കെ നെറ്റിയിലൊക്കെ ഈ നെറ്റി ഈ മുടി പകർന്നിരിക്കുന്ന ഭാഗത്ത് മുകളിൽ ഒരു ചുമപ്പ് ചിന്തൂരം ഇടും, ചിന്തൂരം. അത് തന്നെ, അതിനെ വെർമീലിയൻ സ്പോട്ട് എന്ന് പറയുന്നത്. ഈ പാമ്പ് ചിലപ്പോൾ പെണ്ണായിരിക്കും. അതായിരിക്കും ഇനി ഇപ്പം നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ പാമ്പ് കൈ ചുറ്റിയിരിപ്പുണ്ട്. അപ്പോൾ ഇത് ഹോമിയോപ്പതി ഡോക്ടറിൻ്റെ ഒരു തമാശയല്ലത്. നമ്മുടെ ഹാസ്യരൂപേണ കഥകൾ പറയാനുള്ള നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഴിവാണത്. ഈ പാമ്പ്, അപ്പോൾ ഡോക്ടർ ചിന്തിക്കുക, ഈ പാമ്പ് വെർമില്യൻ സ്പോട്ട് ഇടുന്നതിനെക്കുറിച്ചായിരിക്കും ഓൾ ഇറ്റ്സ് ഫോർഹെഡ്. അതിൻ്റെ തിരുനെറ്റിയിൽ ഫോർഹെഡ്, തിരുനെറ്റി. അപ്പം തിരുനെറ്റിയിലൊരു ചിന്തൂരം ഇടാനോ അല്ലെങ്കിൽ നെറ്റിയിലൊരു മസ്കാരം, പിന്നെ പുരികത്തിൽ കറുപ്പിക്കാനോ, അതല്ലെങ്കിൽ മറ്റ് പുരികങ്ങളിലൊക്കെ ഇച്ചിരി വൃത്തി വരുത്താനോ ആകർഷകമായ എന്തെങ്കിലുമൊക്കെ തേക്കാനൊക്കെ തീരുമാനിക്കുകയായിരിക്കും ഈ പാമ്പ് എന്ന് ആര് ചിന്തിക്കുന്നു? ഡോക്ടർ ചിന്തിക്കുന്നു. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് വീട്ടിലിരുന്ന് നല്ല വൃത്തിയായിട്ട് ഇത് വായിക്കണം, ഇത് ശ്രദ്ധിക്കണം, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ വർക്കൗട്ട് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.